ലീഗേറിയ ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറത്ത് എത്ര കൊല്ലായി? ഒരു മനുഷ്യന് 10 റുപ്യ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഒരു മനുഷ്യന് അതിലെ ഒരു ബഹുമാനപ്പെട്ട MLA KT ജലീൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ച് തികച്ചും അവാസ്തവമാണ്. MLA ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പ്രസ്താവന പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്യണം എന്നാണ് അതിനെ അഭ്യർത്ഥിക്കാനുള്ളത്. PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി സംസ്ഥാനത്ത് തന്നെ ഓഹരി ഉടമകൾക്ക് ഏറ്റവും ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന ആശുപത്രിയാണ്. KT ജലീൽ MLA പറഞ്ഞ പെരിന്തൽമണ്ണയിലെ സഹകരണ ആശുപത്രി 2023-24 2.5% ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകിയിട്ടുള്ളത്. ആ സമയം PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി 11.5% ഡിവിഡൻഡ് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് സഹകരണ ആശുപത്രികളിലെ 77 സഹകരണ ആശുപത്രികൾ അലോപ്പതി മേഖലയിലെ ഏറ്റവും ഉയർന്ന ഡിവിഡൻഡ് നൽകിയ ആശുപത്രിയാണ്. 2022-23 1.5% നൽകിയപ്പോൾ 11% PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി നൽകിയത്. മാത്രമല്ല ഓഹരി ഉടമകളും അവരുടെ കുടുംബാംഗങ്ങൾക്കും 5% ട്രീറ്റ്മെന്റ് ബെനിഫിറ്റും മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി ഡിവിഡൻഡിന് പുറമെ നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് PMSA മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി യാതൊരു ലാഭവിഹിതവും മലപ്പുറത്ത് നിന്ന് ഓഹരി ഉടമകൾക്ക് നൽകുന്നില്ല എന്നത് തികച്ചും അവാസ്തവമാണ്. അദ്ദേഹം ഈ KT ജലീൽ MLA ഡയറക്ടറായി തിരൂര് ഒരു സഹകരണ ആശുപത്രിയുണ്ട്. അവിടെ വർഷങ്ങളായിട്ട് വല്ല ഡിവിഡൻഡ് നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയണം. അദ്ദേഹത്തിന് ഒരുപാട് തുക കയ്യിലുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം സ്വന്തം ഡയറക്ടറായ ആശുപത്രിയിൽ ആ തുക നിക്ഷേപിക്കുന്നില്ല? അപ്പോൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി 12 അംഗ ഭരണസമിതിയെയും അതോടൊപ്പം തന്നെ 500ഓളം ജീവനക്കാരും അവരുടെ കുടുംബവും അതോടൊപ്പം തന്നെ 1,30,000 മുകളിൽ രോഗികൾക്ക് ഓരോ വർഷവും ചികിത്സ നൽകുന്ന 39 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ആതുരാലയത്തെ, സംസ്ഥാന സഹകരണ മേഖലയിൽ തന്നെ ഏറ്റവും ക്രെഡിബിളായി പ്രവർത്തിക്കുന്ന നല്ല ഒരു ആതുരാലയത്തെ പൊതുസമൂഹത്തിനിടയിൽ എന്തിനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമം നടത്തണം? ഇത്തരം രാഷ്ട്രീയപരമായി കാണാതെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട MLA രംഗത്തിറങ്ങി ഈ പ്രസ്താവനകൾ എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്.